തോളലിൽ ഒരു ചെറിയ ഹെയർ ലൈൻ ഫ്രാക്ചർ ഉള്ളതിൻ്റെ പേരിൽ ആശുപത്രിയിൽ അഡ്മിറ്റായതായിരുന്നു അയാൾ. തന്നെ കാണാൻ വരുന്നവരോടൊക്കെ എല്ലാം തൻ്റെ വേദനയുടെ ആഴത്തെക്കുറിച്ച് അയാൾ പൊലിപ്പിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു. വീട്ടുകാരോടെല്ലാം അയാൾ നിരന്തരം കലഹിച്ചു. ലോകത്തിലേറ്റവും കൂടുതൽ വേദന സഹിക്കുന്നവനാണ് താനെന്നും തൻ്റെ വേദന ആരും മനസ്സിലാക്കുന്നില്ല എന്നും അയാൾ നിരന്തരം പറഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പോഴാണ് തൊട്ടടുത്ത ബെഡിൽ ഒരു യുവാവിനെ കൊണ്ടുവന്ന് കിടത്തിയത്. അവൻ്റെ കാലിലൂടെ ഏതോ വാഹനം കയറിയിറങ്ങി എല്ലു നുറുങ്ങി ആണ് ആശുപത്രിയിൽ അഡ്മിറ്റായത്. ആരോടും പരാതി പറയാതെ അവൻ ആ വേദനകൾ സഹിക്കുന്നത് കണ്ടപ്പോഴാണ് അയാൾക്ക് ലജ്ജ തോന്നിയത്. ആ യുവാവിൻ്റെ വേദനയെ വെച്ച് നോക്കുമ്പോൾ തൻ്റെ വേദന എത്രയോ നിസ്സാരമെന്ന് അയാൾ തിരിച്ചറിഞ്ഞു. പ്രിയരെ, നമ്മുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു യാഥാർത്ഥ്യം ഇതാണ്. പലപ്പോഴും നമ്മുടെ വേദനകളാണ് ലോകത്തിലെ ഏറ്റവും വലിയ വേദനയെന്ന ചിന്തയാൽ നമ്മൾ നിരന്തരം പരാതി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. നമ്മളെക്കാൾ കൂടുതൽ വേദന സഹിക്കുന്നവർ ഈ ലോകത്തിലുണ്ട് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയാൻ പലപ്പോഴും നമ്മൾ മറന്നുപോകുന്നു. അങ്ങനെയൊരു തിരിച്ചറിവ് നമുക്കുണ്ടായാൽ ഏത് വേദനയും സഹിക്കാൻ നമുക്ക് ശക്തി കിട്ടുമെന്നേ. ഗോഡ് ബ്ലെസ് യു.